മനുഷ്യനല്ലേ? പക്ഷെ നിങ്ങൾ മനുഷ്യനല്ല, വേറൊരു ജീവിയാ. പിന്നെ അങ്ങനെ അതെനിക്ക് ഒത്തിരി ഉണ്ട്. ഞാൻ മെനിങ്ങാന്നൊരു വീട്ടിൽ കണ്ണു പറയുന്നുണ്ടല്ലേ? എന്ത് പൊന്നെ, നിങ്ങളതൊരു മനുഷ്യനാണോ? നമസ്കാരം, ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജ് പാലാക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ പറയുവാൻ വന്നതാണ്. എൻ്റെ സുഹൃത്ത് സ്വീഡനിലാണ് കേട്ടോ. സ്വീഡനിൽ നിന്ന് എയർപോർട്ടിൻ്റെ നിന്ന് അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കാൻ പോലെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. കാരണം കോടികളുടെ ആസ്തിയുള്ള ആ മഹാമനുഷ്യൻ, അതായത് കഷ്ടപ്പാടില്ല, ദാരിദ്ര്യമില്ല, ഇപ്പോഴും രാജാവായിട്ട് പണമുണ്ടാക്കി ബിസിനസ് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് സ്വീഡനിൽ പോയിരിക്കുകയാണ്. അവിടെ ഒരു ബിസിനസ് പർപ്പസുമായിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വരുന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ സുഹൃത്താണ്. പേരെന്താ? ബാബാ സുരേഷ്. ഈ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതാണോ സ്വീഡനിൽ പോയിട്ട് സുരേഷ്? നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് സുരേഷ് എനിക്ക് നന്നായിട്ട് അറിയാം. സുരേഷിന്റെ വ്യക്തി എന്താണെന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആളാണ് താങ്കൾ, അല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എല്ലാം പ്രചരണമായിരുന്നു. സ്വീഡനിൽ ഒരു പാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ പാമ്പിനെ പിടിക്കുവാനായിട്ട് സുരേഷ് പോയി. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ടുണ്ട് കുഞ്ഞോണി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വലിയ സുഹൃത്താണ്. അപ്പം അവനോട് ചോദിച്ചപ്പോഴത്തേനും ഞാൻ വാവയുടെ ഒരു ഷൂട്ടിന് പോകാടാന്ന്. പിന്നെ നീ പോടാവേ, വാവ സ്വീഡനിലെങ്ങാണ്ട് കിടക്കും. അവിടെ പാമ്പിനെ കാഴ്ചകളാകുന്ന പാമ്പിറങ്ങിയിട്ട് പുള്ളി അവിടെ അധികം നിന്നിട്ട് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളതിന് മുമ്പ് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. എന്താ സ്വീഡനിൽ എന്താണ് സത്യം? നമുക്കൊരു 7-8 മാസങ്ങൾക്ക് മുന്നേ നമുക്ക് സ്വീഡനിൽ പാർക്ക് ചെയ്യുന്ന ഒരു കിങ് കോബ്ര മിസ്സായിട്ട് 2 മാസമായി. ആരും അറിഞ്ഞില്ല. അവർ വെളിയിൽ ന്യൂസ് വിട്ടില്ല. അപ്പോൾ നമ്മളത് ന്യൂസ് വെളിയിലായി. പിന്നെ അവിടുത്തെ അതോറിറ്റി അറിയുകയും അവരെ ഉടനെ വൈറ്റ് ഹൗസിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും, വൈറ്റ് ഹൗസിൽ നമ്മളൊരു പാലക്കാടുള്ള മലയാളി തന്നെയാണ് അദ്ദേഹം, എൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം എന്നെ അപ്പോൾ തന്നെ വിളിച്ചു. അപ്പോൾ പിറ്റേന്ന് രാത്രി 2:30 റെഡി ആയിരിക്കാൻ പറഞ്ഞു. അവരുടെ എയർ ഒന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ റെഡിയായിരുന്നു. അന്ന് വാർത്തയൊന്നും വെളിയിൽ പറഞ്ഞില്ല. പക്ഷേ അവർ ആദ്യം വിളിച്ചത് കൗമുദിയുടെ MD ആണ് വിളിച്ചിട്ടാണ് എൻ്റെ നമ്പർ എടുത്തത്. അപ്പോൾ അതാണ് പുറത്ത് ലോകത്ത് അറിഞ്ഞില്ല, ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ പാമ്പ് അന്ന് രാത്രി തന്നെ ഇന്ന് കൂട്ടി കയറി. 2 മാസമായി പുറത്ത് പോകുമ്പോൾ അന്ന് രാത്രി തന്നെ പോയി. കോടികളാണ് താങ്കൾക്ക് പ്രതിഫലം കൊണ്ട് അയ്യോ രക്ഷയില്ല. അങ്ങനെ അതൊന്ന് കൂട്ടിക്കയറി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടുത്തെ മലയാളികൾ, സ്വീഡനിലെ മലയാളികൾ ഇങ്ങനെ വാർത്ത അറിഞ്ഞിട്ട് അവർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അവർ വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്വഭാവം നിങ്ങൾ പോകില്ല. ഒരിക്കലും വീട്ടിലെല്ലാവരും വലിയൊരു സത്യമുണ്ട് ഇവിടെ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതൊന്നും അല്ല സത്യം. ചിലപ്പം വാവയുടെയൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. കണ്ണ് നിറഞ്ഞു പറഞ്ഞാൽ വാവയെ അത്രയ്ക്കും അറിയാം. വീട് വെച്ചില്ല, വീട് വയ്ക്കുന്നതല്ല, എന്നും ഈ എന്താ പറയുക, ഒരു മനുഷ്യൻ ഒരു മാറ്റം വേണ്ടേ? അയാളും നന്നാകില്ല, അയാളെ ആരും നന്നാക്കില്ല. ഇപ്പോൾ തട്ടുകട ചെറിയ ബുദ്ധിമുട്ടുണ്ട്. തട്ടുകട തുടങ്ങി, ഞങ്ങൾ വന്നിട്ട് തട്ടുകട തുടങ്ങി. ഇവിടെ ഇപ്പോൾ അടച്ചു കിടക്കുന്നു, 2 ആഴ്ചയായി. ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് അടച്ചു കിടക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ പഴയതുപോലെ കച്ചവടം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന് ഇമ്പ്രൂവായി വന്ന സമയത്താണ് ഗ്യാസിൻ്റെ പ്രശ്നം വന്നതും അടച്ചിടേണ്ടി വന്നതും. പിന്നെ നിന്ന് സ്റ്റാഫുകളുടെ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മൾ അങ്ങ് അടച്ചിട്ടു. ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പഴയ ആ ബിസിനസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുക, എന്നെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും, വാവ ഇഷ്ടമുള്ളവരും വാവ ഇഷ്ടമില്ലാത്തവരും ചോദിക്കുകയാണ്, നമുക്ക് ഈ വാവയൊന്ന് രക്ഷപ്പെടുത്താനല്ല, വാവ എന്തെങ്കിലും ഒന്ന് ജീവിക്കണം. ഇത്രയും വർഷമായി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് ഇത്രയും വർഷമായി ഒരു പട്ടിക്കുറുക്കനും തിരിഞ്ഞു നോക്കാനുണ്ടായിട്ടില്ല. ഇവിടുത്തെ സർക്കാരും, വന്ന സർക്കാരും, പോയ സർക്കാരും, ഇനി വരാനിരിക്കുന്ന സർക്കാരും ഒന്നും ഇനി നമുക്കറിയില്ല. ഞാനത് വളരെ പേഴ്സണലി പറയുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മതത്തിൻ്റെ കൂട്ടുപിടിച്ചല്ല പറയുന്നത്. നിങ്ങൾ എല്ലാവരും കൂടെ, നമുക്ക് എല്ലാവർക്കും കൂടി വാവയ്ക്ക് ഒരു വീട് വയ്ക്കണം. വീടിൻ്റെ ഓഫർ നേരത്തെ ബാസ സാർ പറഞ്ഞു. പിന്നെ അതിപ്പോൾ അങ്ങനെ നടക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ അതിനൊന്നും പ്രതീക്ഷ സ്വീകരിക്കില്ല. ഞാനിപ്പോൾ സ്വീകരിക്കാതെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഇത് നമ്മൾ വേണ്ടപ്പെട്ടവർ കുറച്ച് ആളുകൾ കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഞാനിപ്പോൾ ചിന്തിക്കുന്ന സാർ, ഞാനിപ്പം അച്ഛന് ക്യാൻസർ വന്നപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ അനിയത്തിക്ക് കിഡ്നി പ്രോബ്ലം, അനിയത്തി ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇനി നമുക്കൊരു വീട് കിട്ടിയിട്ട് അതൊന്നും കൊണ്ട് വലിയ പ്രതീക്ഷ, വലിയ ഇതൊന്നും ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ ഇവരെ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകാമെന്നുള്ളത് മാത്രം ചിന്തിക്കുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ അച്ഛൻ പോയി, പിന്നെ അമ്മയും അനിയത്തി മാത്രമുണ്ട്. ഇനി അവർക്ക് കൊണ്ട് ഇനി വീട് വെച്ചിട്ടൊന്നുമല്ല, ഇനി അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ണറിയുന്നുണ്ടല്ലേ? എന്ത് പൊന്നെ, നിങ്ങളതൊരു മനുഷ്യനാണോ? അവഹേളനങ്ങൾ, ഇൻസൾട്ടിങ്, ദാരിദ്ര്യം, എന്നെ പറയണത്. ഞാനിങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ. എനിക്കിങ്ങനെ ഒരു സുഹൃത്തിനെ
കിട്ടിയത് എന്ന് പറയുന്നത് ഞാൻ വളരെ ഭാഗ്യമായിട്ട് എൻ്റെ ലൈഫിൽ കാണുന്നൊരു കാര്യമാണ്. ഇത്രയും അവഹേളനങ്ങൾ പുള്ളിയൊരു പണ്ടൊരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. വീട്ടിൽ ഒരു പാമ്പ് പിടിക്കാൻ ചെന്നപ്പം വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ നെയ്യാറ്റിൻകരയായിരുന്നു. പക്ഷേ അതിലുപരി നല്ലൊരു സന്തോഷം എന്ന് പറയാൻ കാരണം അതൊരു അതിൻ്റെ അടിയിൽ വന്ന കമൻസുകളൊക്കെ പാവപ്പെട്ട നാട്ടിലുള്ള നായർ സമുദായക്കാരെയും ബ്രാഹ്മണ സമുദായക്കാരെയൊക്കെ ആൾക്കാർ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സത്യമല്ല. അതൊരു സ്കൂളിലെ അധ്യാപകയായിരുന്നു. ആ അമ്മ ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ല. അല്ലല്ല, ഒരിക്കലല്ല. അമ്മ അങ്ങനത്തെ ഒരാളല്ല. അമ്മ സാധാരണക്കാരിയാണ്. എന്നിട്ടാണ് അമ്മയ്ക്ക് സാമ്പത്തികമുണ്ട്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് പറ്റിയ അബദ്ധമാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ വീട്ടിലാരെങ്കിലൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് വരാറുണ്ട്. മനുഷ്യനല്ലേ, നിങ്ങൾ മനുഷ്യനല്ല, വേറൊരു ജീവിയാ. പിന്നെ അങ്ങനെ അത് എനിക്ക് ഒത്തിരി ഉണ്ട് സാർ. ഞാൻ ഞാനൊരു വീട്ടിൽ വല്ല ഞാൻ എൻ്റെ അനിയത്തിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരാളെന്നെ പരിചയപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഷേക്കിൻ്റെ അടുത്ത് അദ്ദേഹം കൈ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് കൈ അങ്ങ് പിൻവലിച്ചോളൂ. 2 ദിവസം മുന്നേ നടന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇത് കടിയാണ്. ഇത് കുറച്ച് നാൾക്ക് മുന്നേ കെട്ടിയ കടിയാണ്. ഇത് കൊട്ടാരക്കര. ഇനി ഫുൾ കൈ ഒന്നും ഇടണ്ടെന്ന് നമ്മൾ ആരെ ബോധിപ്പിക്കണം? സുരേഷ് ആരെ ബോധിപ്പിക്കും? ഏത് പട്ടി നാറുകളെ ബോധിപ്പിക്കാൻ? അല്ല, അതുകൊണ്ട് ആരെയും ബോധിപ്പിക്കല്ല. പിന്നെ പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ ഈ കണ്ണെപ്പോഴും ഇങ്ങനെ കലങ്ങി കിടക്കും. അപ്പോൾ കള്ളുപിടിക്കാവുന്നൊരു പേരുണ്ട്. അങ്ങനെയുണ്ടോ? ജീവിതത്തിൽ ഇന്നുവരെ കള്ളു പിടിച്ചിട്ടില്ല. ഇത്രയും വയസ്സിനുണ്ട് ഇന്നുവരെ കള്ളു പിടിച്ചിട്ടില്ല. ഒരുപാട് പേർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവർ കുടിക്കുന്ന സഭയിൽ ഞാൻ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആർക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ഇടപെടാൻ പോകാറില്ല. അത് കള്ളു പിടിക്കുന്ന അവിടെ പ്രത്യേകത, അവരുടെ കാര്യം, അവർ മറ്റെന്തെങ്കിലും ചെയ്യുന്നത് അത് അവരെ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞു ചിലപ്പോൾ ഇന്നലെ ഞാൻ ഇപ്പോൾ സാറിൻ്റെ സംസാരിക്കുമ്പോൾ ഇന്നലെ 4:30 3:30 വന്ന് കിടന്നത്. എനിക്കാന്ന് വന്നപ്പോൾ 5:40 ഞാൻ വീണ്ടും 6 മണിക്ക് സമയത്ത് കഴിക്കും. ഫുഡ് സമയത്തിന് കഴിക്കാറില്ല. ഫുഡ് സമയത്തിന് കഴിക്കാൻ വെള്ളം അധികം കുടിക്കാറില്ല. അങ്ങനെയൊക്കെയാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പിന്നെ അനിയത്തിൻ്റെ കാര്യത്തിൻ്റെ ഇങ്ങനെ ഓടിക്കാൻ നടക്കുന്നപ്പോൾ ഞാൻ പിന്നെ കൂട്ടിരിക്കാൻ ആളില്ലാതെ ഞാൻ വെളിയിൽ നിന്ന് അനിയത്തിക്ക് ഷുഗർ കൂടിയിട്ട് വന്ന് കിഡ്നി ട്രബിളൊക്കെ വന്നിട്ട് അത് പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. പിന്നെ യൂട്രസ് പ്രോബ്ലം, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സർജറി അങ്ങ് വിജയിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഡയാലിസിസ് കഴിഞ്ഞ മാസം ചെയ്തു. ഇനിയിപ്പോൾ അങ്ങോട്ട് 2 ദിവസം എങ്ങനെയും കുറച്ച് ആളുകളൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാലോ വീടിൻ്റെ കാര്യം? വീടിൻ്റെ വേണ്ട സാറേ, വീടിൻ്റെ എനിക്ക് താല്പര്യമാണ്. ഇനിയിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇനി അവർക്ക് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത്, അവർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇനി നമ്മൾ എന്തിനാണ് അവർക്കൊരു വീടൊക്കെ ഞങ്ങളൊരു വീടൊക്കെ വെച്ച് നമുക്ക് ഇനിയിപ്പോൾ അവർ സുഖമായിട്ട് എങ്ങനെ അസുഖത്തിൽ നിന്ന് റിക്കവറായി വരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. വേറെ എനിക്ക് വലിയ അത് മാത്രമല്ല, വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. വേറെ ആഗ്രഹമൊന്നുമില്ല. ഇങ്ങനെ തന്നെ അങ്ങ് പോകണം, അതാണ്. നിങ്ങളെല്ലാവരെയും കരയിപ്പിക്കും അല്ലേ? നിങ്ങളൊട്ട് കരയുമില്ല, നമ്മളെ പോലെയുള്ളവരെ പ്രേക്ഷകരെ കാരണം എൻ്റെ വീഡിയോയിൽ ഞാനിങ്ങനെ പതുക്കെ സംസാരിച്ച് നിങ്ങളാരും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിന് മുമ്പിൽ ഒച്ച വയ്ക്കാൻ എനിക്ക് കഴിയൂല. കാരണം നന്മയ്ക്ക് വേണ്ടി മാത്രം ചില ജന്മങ്ങളെ മുകളിലിരിക്കുന്ന കർത്താവോ കൃഷ്ണനോ അള്ളാഹുവോ ആര് പേരൊന്നും അറിയത്തില്ല, അവരുടെ പേരൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, താഴേക്ക് വിടും. അവരുടെ ലൈഫ് എന്നും ഇങ്ങനെയായിരിക്കും, ഇതിൽ മാറ്റവും വരത്തില്ല. പ്രത്യേകിച്ച് അല്ലേ? ഇങ്ങനെയാണ് പോണത്. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് വിഷമങ്ങൾ അറിഞ്ഞ് ഞാൻ സാറിന് അറിയാമല്ലോ, ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്ത ഒരാളാണ് ഒരുമിച്ച്. ഇപ്പം ഞാനിപ്പോൾ പലരും വാങ്ങിച്ചിട്ട് എൻ്റെ കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചാരിറ്റിക്ക് വേണ്ടി ഒരാൾ വിളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ പലരും പലിശയ്ക്ക് പൈസ എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പലിശക്കാരനെ തിരക്കി കിടക്കുന്നൊരു സാഹചര്യം. അപ്പോൾ അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ എന്നും എനിക്കിങ്ങനെ ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം സാധാരണക്കാരനായിട്ട് ജീവിക്കുക, പട്ടിണി അറിഞ്ഞ് ജീവിക്കുക. ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കാറില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് പട്ടിണി കിടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇനിയും അതിന് എൻ്റെ മരണം വരെ പോകണമെന്ന് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് പട്ടിണി അറിഞ്ഞു. നമുക്ക് ഇപ്പോൾ നമുക്ക് കൊച്ചുനാളത്ത് ഹോർലിക്സ് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഹോർലിക്സ് കുടിക്കാൻ കിട്ടാത്ത സമയത്ത് നമ്മൾ ഇപ്പോൾ കുടിച്ചിട്ട് കാര്യമുണ്ടോ? അന്ന് പാൽ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് കിട്ടാത്ത സമയത്ത് ഇപ്പോൾ കുടിച്ചിട്ട് ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അന്ന് ചെറുപ്പത്തിൽ കിട്ടാനുള്ള തന്നെ കിട്ടാൻ നമുക്കിപ്പോൾ ഈ സമയത്ത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനത്തെ ദുർമോഹങ്ങളൊന്നും എനിക്ക് ആഗ്രഹമുള്ളൂ. ഇങ്ങനെ തന്നെ പോവുക. പിന്നെ പറ്റുമെങ്കിലും ഒരു രൂപയെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് മാറ്റി വെച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെ. ഈ ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പിന്നെ ആരോടും അത് പറയാറില്ല. എന്നെക്കൂടെ ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഇപ്പോഴത്തെ ആവശ്യം എന്താ? പണം ആവശ്യമില്ല, വീട് ആവശ്യമില്ല, എല്ലാം ഇല്ലെന്ന് പറയും. എന്നിട്ട് ചോദിക്കാൻ പറയും ഇല്ല. ഇപ്പോൾ സാർ ഇപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ അനിയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് പ്രശ്നം. ഇനി അതിന് വേണ്ടി നല്ല പണം സ്വരൂപിക്കാന്നുള്ളത്. അതിങ്ങനെ ഫുൾ ടൈം ഞാൻ ഇപ്പോൾ സാറ് വിളിക്കുന്നത് ഇന്ന് 6 കേസ് അറ്റൻഡ് ചെയ്തായിരുന്നു. 6 കേസ് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു 10-500 രൂപയെങ്കിലും മാറ്റി വയ്ക്കാറുണ്ട്. ഞാൻ ചോദിച്ച് വാങ്ങാറില്ല. ചില സ്ഥലത്തും ചോദിച്ച് വാങ്ങാറുണ്ട്. കാരണം ചിലപ്പോൾ 10,000-2,000 പിടിച്ച് വണ്ടി പിടിച്ച് പോകുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞ് നമസ്തേ പറഞ്ഞ് വിടുന്ന സ്ഥലത്ത് ഞാൻ വണ്ടിക്കൂലി കൊടുക്കണം. ഇഷ്ടം പോലെ ഉണ്ട്, 100%. പിന്നെ ഗൂഗിൾ GP അല്ല, GP ഉണ്ട്, GP അയക്കാമെന്ന് പറയും. GPയിലൊന്നും പലരും അയക്കാറില്ല. പിന്നെ ചില ആൾക്കാർ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വാർത്ത ചെയ്ത് കണ്ടിട്ട് ചില ആൾക്കാർ 500
തരാൻ പോകുമ്പോൾ 1000 തരാറുണ്ട്. അങ്ങനെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് നല്ല മലയാളികളുണ്ട് പല സ്ഥലത്ത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അത് വേണ്ടെന്ന് പറയും. പിന്നെ അവർ നിർബന്ധിച്ച് നോക്കും. അവർ നോക്കുമ്പോൾ എൻ്റെ GP നമ്പർ, എൻ്റെ വാട്സാപ്പ് നമ്പറിലാണ് ഞാൻ വിളിക്കാം. അപ്പോൾ അവർ നോക്കുമ്പോൾ GP യിലുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും അവർ അയച്ചു തരാറുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ്, എന്നാലും സന്തോഷമാണ്. എനിക്ക് ജീവിതം സന്തോഷം. ഞാൻ ജീവിച്ചാൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ കൊണ്ട് ഞാൻ ജീവിച്ചിട്ടില്ല, എൻ്റെ കുടുംബത്തിന്, എൻ്റെ അമ്മയ്ക്കും അച്ഛനോട് ജീവിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ കൊണ്ട് ജീവിച്ചു. ഇനിയും മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും സാർ. സന്തോഷമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പറയും ഞാൻ ഈ സൈഡിൽ ചെറിഞ്ഞ് നിൽക്കുന്നതന്നെ, കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് ഒരുപാട് നേരം നമുക്ക് ചില കാര്യങ്ങൾ കേട്ടാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇതുപോലെ വാവാ സുരേഷന്മാർ ഒരുപാടുണ്ട്. പാമ്പിൻ്റെ മേഖലയിൽ അല്ലെങ്കിലും പല മേഖലയിലും ഒരുപാട്. അല്ല, അങ്ങനത്തെ വാവാ സുരേഷന്മാർ വേണം നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ വാവാ സുരേഷന്മാരില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവവിശ്വാസികളാവില്ലായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ ദയവേത് ഇനി അങ്ങനെ എന്തെങ്കിലും പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്നേക്ക് പിടിക്കാനൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിരിക്കുക, സ്നേഹിക്കുക. അദ്ദേഹത്തിന് പണമല്ല ആവശ്യം, പക്ഷെ പണം ആവശ്യമാണ് കേട്ടോ. നിങ്ങളോടൊന്നും ചോദിക്കൂല അദ്ദേഹം. പക്ഷേ എന്നാ കോപ്പാവേ ഒറ്റ ജീവിതം കെട്ടിപ്പിടിച്ചോട്ടെ. ഒരുപാട് സന്തോഷം. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അല്ലേ? സന്തോഷം. അപ്പോൾ ചക്കരയുമ്മ